തന്നെ പിന്നെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ 4 വാർഡ് മെമ്പർമാരുള്ള ആ പഞ്ചായത്ത് 4 വാർഡ് മെമ്പർ ബി ജെ പിക്കുണ്ട്. അവിടെ 300 ചില്ലുവാന വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്കുള്ളൂ. പിടവൂർ വാർഡ് തലൂർ പഞ്ചായത്തിൽ പിടവൂരിലേക്ക് വരുമ്പോൾ ആ വാർഡിലെ മെമ്പർ ബി ജെ പിയുടെ മെമ്പറാണ്. ആ വാർഡിൽ 2 വോട്ടാണ് ബി ജെ പിക്ക്. 2 വോട്ട് ഇവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് NDA സ്ഥാനാർത്ഥിക്ക് 2 വോട്ട്. അതുപോലെ ചെങ്ങമനാട് മേലില പഞ്ചായത്തിലേക്ക് പോയാൽ ചെങ്ങമനാട് എത്തുമ്പോഴേക്കും 240 വോട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി പിടിച്ചത്. ഇപ്പം വെറും 51 ചേത്തടി വാർഡിൽ 51 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുഴുവൻ വോട്ടും ബി ജെ പി കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണ്. പണമാണോ പകരം ഡീലാണോ എന്നറിയില്ല. ഇവിടെ LDFും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ട്. ഇവിടുത്തെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിക്ക് വോട്ടില്ല. ഭീമൻ രഘു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000-ഓളം വോട്ടാണ് കിട്ടിയത്. ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നേടി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച ജയിച്ച പാർലമെൻറ്റ് ഇലക്ഷനിൽ 18,000 വോട്ട് ബി ജെ പി നേടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് ബി ജെ പി നേടി. പക്ഷേ ഇവിടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് 7,000 വോട്ടേ ഉള്ളൂ. 7,030 വോട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ പോയി. ബി ജെ പിയുടെ ബാക്കി വോട്ട് മുഴുവൻ UDFന് കൊടുത്തു. UDFന് കൊടുത്തുകൊണ്ടാണ് 7,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുന്നത്. കാരണം ഒരു 8,000-ലധികം, ഏറ്റവും കുറഞ്ഞത് 8,000-ലധികം വോട്ട് ബി ജെ പി കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ വോട്ടോടുകൂടി 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പട്ടാഴി പഞ്ചായത്തിൽ തന്നെ. തലൂർ പഞ്ചായത്തിൽ 2,500 വോട്ട് നേടി ദിൽജു എന്നൊരു സ്ഥാനാർത്ഥി, ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. അദ്ദേഹം ജയിച്ചില്ല. എങ്കിൽ പോലും അവിടെ 30 വോട്ടാണ് ബാക്കി. 30 വോട്ട് എങ്ങോട്ട് പോയി? അപ്പം അതെ, ബി ജെ പി പഞ്ചായത്ത് മെമ്പർ ബാവുലേന്റെ വാർഡിൽ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പോലും വോട്ടില്ല. ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ്. കച്ചവടം, ഡീലാണ്. ചടയമംഗലത്തിൽ ഡീലാണ്. ചടയമംഗലത്തിൽ ബി ജെ പി വോട്ട് കോൺഗ്രസിന് കൊടുത്തു. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, കേരളത്തിൽ ജയിച്ച 3 ബി ജെ പി സീറ്റുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ഒരു 6 സ്ഥലത്തെങ്കിലും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഡീൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ചാത്തന്നൂരിന് ബദലായിട്ടുള്ള ഒരു ഡീലായിരിക്കാം പത്തനാപുരത്ത് നടന്നതെന്ന് വളരെ വ്യക്തമാണ്. പത്തനാപുരത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. LDFന് കിട്ടിയ വോട്ടെല്ലാം അവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞാണോ കിട്ടിയതുകൊണ്ട്. പക്ഷേ ബി ജെ പി കിട്ടിയ വോട്ട് കോൺഗ്രസിന് പോയപ്പോൾ കോൺഗ്രസിന് ലാഭമായി. അങ്ങനെയാണല്ലോ കോൺഗ്രസ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ബി ജെ പിയുടെ വോട്ട് നേരെ ഡയറക്റ്റായിട്ട് കോൺഗ്രസിന് പോയിരിക്കുകയാണ്. ഈ പട്ടാഴി പഞ്ചായത്തിലെ പല വാർഡുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് 1-ാമതെത്തിയും ബി ജെ പി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. ബി ജെ പി 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നത് വളരെ ദയനീയമായ വോട്ടിനാണ്. 240 വോട്ട് കിട്ടിയ സ്ഥലത്ത് 51 വോട്ടിലേക്ക് പോവുക ചേത്തടി വാർഡിൽ. അത് മേലില പഞ്ചായത്തിലുണ്ട്, വെട്ടിക്കോല പഞ്ചായത്തിലുണ്ട്, പുറവന്തൂർ പഞ്ചായത്തിലുണ്ട്, വിളക്കുടി പഞ്ചായത്തിലുണ്ട്. എല്ലാ സ്ഥലത്തും മാത്രമല്ല ഇവിടെ ജയിച്ച UDF സ്ഥാനാർത്ഥിക്ക് കാര്യാർ അമ്പലത്തിനോട് ബി ജെ പിക്കാർ സ്വീകരണം കൊടുത്തു. ഇത് ആരുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്? UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ LDFും ബി ജെ പിയും തമ്മിലല്ല ഡീലുണ്ടായിരുന്നു. ഡീല് വളരെ വ്യക്തമാണ്. ഡീൽ ഇവിടെ കാണാം, വളരെ പ്രകടമായി കാണാം, പല സ്ഥലത്തും പരിശോധിക്കാം. പക്ഷേ പത്തനാപുരത്തെ സംബന്ധിച്ച് ഞാനൊരു സാമ്പിൾ എന്ന നിലയിൽ ചില വാർഡുകൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. മീനം എന്ന വാർഡിലൊക്കെ 30 വോട്ട് താഴെ ഉള്ളൂ. ബി ജെ പി മെമ്പർമാരുള്ള വാർഡുകളിൽ ബി ജെ പി 3-ാം സ്ഥാനത്താണ്. ആ ബി ജെ പിയുടെ വോട്ടുകൾ അങ്ങനെ തന്നെ RSSകാരുടെ, എനിക്ക് തോന്നുന്നു 7,000 വോട്ട് കിട്ടിയെന്ന് പറയുന്നത് RSSകാരുടെ വോട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ബി ജെ പിക്കാരെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വോട്ട് മുഴുവൻ മറിച്ചിരിക്കുന്നു. അത് സമ്പത്താണോ പണമാണോ അതോ ഈ പറഞ്ഞ നമുക്ക് ചടയമംഗലം, കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ തുടങ്ങിയ സ്ഥലത്തെ ഡീലിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ ഡീലുണ്ടായിരുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ്. ബി ജെ പിക്ക് വോട്ട് ഷെയർ നമ്മൾ സംസ്ഥാന തലത്തിൽ എടുത്ത് നോക്കിയാൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറഞ്ഞു. 3 MLAമാരെ കിട്ടിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ഷെയർ വല്ലാതെ കുറഞ്ഞിരിക്കാൻ. ആ വല്ലാതെ കുറഞ്ഞതിൻ്റെ ഭാഗമാണ് ഇവിടെ എങ്ങനെ പോയാലും 15,000 വോട്ട്, 13 മുതൽ 15,000 വോട്ട് വരെ ഒരു അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പി NDA സ്ഥാനാർത്ഥി പിടിക്കേണ്ടതാണ്. പക്ഷേ 7,030 വോട്ടേ പിടിച്ചുള്ളൂ. അതിൻ്റെ അർത്ഥം അത് മുഴുവൻ UDF സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് LDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം. 3 സീറ്റ് കിട്ടിയപ്പോൾ LDFനെ അധികാരത്തിൽ മാറ്റി നിർത്തണം. കാരണം LDF ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നുള്ളതുകൊണ്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം. അപകടകരമായ നിലയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടായിരിക്കുന്നു.
അത് വളരെ വ്യക്തമാണ്. അത് ആർക്കും കണക്കെടുത്ത് പരിശോധിക്കാം. ഏത് സാധാരണക്കാരനും ഈ കണക്ക് പത്തനാപുരത്തെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വന്ന എൻ്റെ നേരത്തെയുള്ള അസംബ്ലി ഇലക്ഷൻ, ഈ 4 ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ BJPയുടെ വോട്ട് വ്യാപകമായി കോൺഗ്രസിന് പോയിരിക്കുകയാണ്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇതിലൂടെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ 2020 വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ഡീലിനുള്ള പരിപാടിയാണ് എന്ന് നമുക്കറിയായിരുന്നു. കാരണം 2020ക്ക് ഇവിടെ 15 പേര് പോലും മൊത്തം അംഗസംഖ്യയില്ല. 16 നിയമമണ്ഡലത്തിൽ 15 പേര് പോലും ഇല്ല. അവർ കൂടുതലും ക്രിസ്ത്യാനികളായിരുന്നു. അവർ BJPയായിട്ട് അലയൻസ് വന്നപ്പോൾ അവരവരെ പാട്ടിന് പോവുകയും ചെയ്തു. ഇവിടെ ചാർജ് ഇവിടെ ആർക്കായിരുന്നു BJPയുടെ ചാർജ്? അഞ്ചലിൽ നിന്ന് ഇവിടെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുടെ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച, അതായത് അദ്ദേഹത്തിന്റെ വാർഡിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ് അഞ്ചൽ. അവിടെ നിന്ന് ജയിച്ച പഞ്ചായത്ത് മെമ്പർ, BJP പഞ്ചായത്ത് മെമ്പർക്കായിരുന്നു ഇവിടുത്തെ ചാർജ്. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഡീൽ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നേരത്തെ നടത്തിയ ഡീലാണ്. പടക്കം നേരത്തെ വാങ്ങിച്ചു വെച്ചെങ്കിൽ അത് BJPയായിട്ടുള്ള ഡീലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പടക്കം നേരത്തെ വാങ്ങിച്ചു വെച്ചു എന്ന് എൻ്റെ അടുത്ത് കണ്ണൻ ഒരു ദിവസം ചോദിച്ചു മാതൃഭൂമിന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല, പക്ഷേ പടക്കം വാങ്ങിച്ചു വെച്ചതിൻ്റെ കാര്യം BJP വോട്ടുകൾ മറിഞ്ഞു കിട്ടി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ഒരു നെറികെട്ട രാഷ്ട്രീയമാണ്. ഇവിടെ മതേതരത്തിന് വേണ്ടി വാദിക്കുകയും മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നിലപാട്, അത് പൊളിച്ചു കാണിക്കപ്പെടുന്ന ഒരു റിസൾട്ടാണ് പത്തനാപുരത്ത് വന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു കള്ളത്തരത്തിൽ പരാജയം, ഔദ്യോഗികമായി പരാജയപ്പെട്ടു, ശരിയാണ് സംഭവിച്ചു. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ നാണക്കേടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. UDF അതൊന്നും ഇല്ലാതാവില്ല. കേരള കോൺഗ്രസ് ഇവിടെ തന്നെ കാണും, ഇനിയും മത്സരിക്കും. ഇത് അവസാനത്തെ ഇലക്ഷൻ അല്ല. പിന്നെ അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ പിന്നെ RSPക്ക് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് MLA ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ മാറിയും തിരിഞ്ഞു നോക്കുകയും ഇത് ചതി, ഇത് ഡീലിനാണ് പറ്റിയത്. ഡീലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കേരള കോൺഗ്രസ് ഒരു MLA കൊണ്ട് നിൽക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഞങ്ങൾക്ക് ബ്ലോക്ക് മെമ്പർമാരുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ അത് നിലനിർത്തും. പിന്നെ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് മുനിസിപ്പൽ വൈസ് ചെയർമാനുണ്ട്, ഇതെല്ലാം ഉണ്ട്, കൗൺസിലർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും ആഗ്രഹിക്കേണ്ട, അതൊന്നും നടക്കത്തില്ല. നമ്മളെവിടെയും വീട്ടിൽ പോകില്ല, നമ്മളിവിടെ ഉണ്ട്, എങ്ങോട്ടും പോകില്ല, പത്തനാപുരത്ത് തന്നെ ഉണ്ട്. KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന, അതായത് പത്തനാപുരത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടായിരുന്നു, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ള പ്രസ്താവന, അത് പത്തനാപുരത്തെ ജനാധിപത്യ വിശ്വാസികളെ അപമാനിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തോൽവി ആ തോൽവിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുമായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി വന്നിട്ടുള്ളത്. ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ എനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. CPMന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, CPIയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, BJPയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ 8310 വോട്ടുകൾക്ക് എനിക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ തോൽവി മൂലം അദ്ദേഹത്തിന് സ്ഥല ജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ്. ഒരു പ്രീ ഡിഗ്രിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊന്നും മനസ്സിലാകില്ല എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും കണക്കുകളൊക്കെ മനസ്സിലായിട്ടും അദ്ദേഹം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, UDFന്റെ പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും അതിനപ്പുറം മുന്നണി എന്ന നിലയിലും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കാറുള്ളത്. അങ്ങനെ വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ ഇന്നർ കോക്കസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരിൽ 2 പേരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന്റെ ഈ തിരഞ്ഞെടുപ്പ് നയിച്ചവർ, അവരിൽ പരമപ്രധാനികളായ 2 പേർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം കണക്കുകളെ കുറിച്ച് പറയാം. നമുക്ക് കണക്കുകൾ നോക്കാം. സ്വാഭാവികമായും 2016-ലും 2021-ലും ഏകദേശം 12,000-ഓളം വോട്ടുകൾ ഈ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 7,000 വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് കാരണം നമുക്ക് അന്വേഷിക്കാം. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്,
ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് BJPയുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് 2020യുടെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നത്. അത് ചക്ക അടയാളത്തിലാണ് മത്സരിച്ചിരുന്നത്. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഒരു ഘടകം അത് തന്നെയാണ്. രണ്ടാമത്തേത്, ഇവിടെ BJPക്ക് 5000 വോട്ടുകൾ കുറഞ്ഞു എന്ന്, അത് UDFന് ലഭിച്ചു എന്നും ശ്രീ KB ഗണേഷ് കുമാർ അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വയം ഒരു വിലയിരുത്തൽ ആവശ്യമില്ലേ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് 2016 ഈ നിയോജക മണ്ഡലത്തിൽ 75,000 വോട്ട് ലഭിച്ചിരുന്നു. 2016 2021 ആയപ്പോൾ അത് 67,000 കുറഞ്ഞു. 2026 ആകുമ്പോഴത്തേക്കും അത് വീണ്ടും 60,000 കുറയുന്നു. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശ്രീ KB ഗണേഷ് കുമാറിന്റെ വോട്ടിൽ 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അഥവാ ശതമാന കണക്കിൽ നമുക്ക് സംസാരിക്കാം. നമ്മൾ എപ്പോഴും ശതമാന കണക്കിൽ സംസാരിക്കുന്ന എപ്പോഴാണ് 100-ൽ എത്ര വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ LDFന് ശ്രീ KB ഗണേഷ് കുമാറിന് 2016 52% വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം 44% കുറയുകയാണ്. അതായത് അദ്ദേഹത്തിന് 10 വർഷം കൊണ്ട് 8% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അദ്ദേഹം BJPയെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും BJPക്ക് ഏറ്റവും കൂടുതൽ ഈ 2016 ശേഷം വോട്ട് ലഭിച്ചിട്ടുള്ളത് 2021 9% വോട്ട് ലഭിച്ചിരുന്നു. ഇപ്പോൾ 5% കുറഞ്ഞിട്ടുണ്ട്. 4% കുറവ് വന്നിട്ടുണ്ട്. ശരിയാണ്. അദ്ദേഹം BJPയുടെ വോട്ട് കുറവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയേണ്ടത് തന്റെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15,000 വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് പറയണ്ടേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8% വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയണ്ടേ? എന്നാൽ നോക്കൂ, UDFനെ കുറിച്ച് നോക്കൂ. ഞങ്ങൾ 2016 ഞങ്ങൾക്ക് 35% വോട്ടാണ് ഉണ്ടായിരുന്നത്. 2021 ഞങ്ങൾ അത് വർദ്ധിപ്പിച്ച് 39% 2026 ഞങ്ങളത് 50% അടുപ്പിച്ചു. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 15% വോട്ടിന്റെ വർധനവ് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വോട്ടിന്റെ കണക്കിൽ നോക്കാം. ഞങ്ങൾക്ക് 2016 ഈ നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 50,000 വോട്ടായിരുന്നെങ്കിൽ 2021 അത് 53,000 2026 ആയപ്പോഴത്തേക്കും അത് 68,000-ലധികമായി. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 18,000 വോട്ടിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കണക്കുകളെ വെച്ച് സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി സംസാരിക്കണം. അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ 5% കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPക്ക് 4% കുറവും LDFന് 5% കുറവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDFന് 11% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് മാത്രമല്ല, LDFന്റെ വോട്ടും UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന വസ്തുത കണക്കുകളുടെ പിൻബലത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകും. എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ആന ഉടമസ്ഥ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്നത്? അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടെ BJP ജയിച്ച 3 സീറ്റുകൾ, ആ 3 സീറ്റുകളിലും BJPക്ക് UDF വോട്ട് മറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണക്കൊന്നും നോക്കണ്ടേ സഹോദര? ഏറ്റവും അവസാനം കഴക്കൂട്ടത്താണല്ലോ പുതുതായി BJP ജയിച്ചത്. ആ കഴക്കൂട്ടത്തെ കണക്ക് നമുക്ക് നോക്കാം. കഴക്കൂട്ടത്ത് 2021 BJPക്ക് 6% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം ആ മണ്ഡലത്തിൽ UDFന് 4% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോ BJPക്ക് 6%, UDFന് 4% കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ വർദ്ധിച്ചപ്പോ അവിടെ LDFനാണ് 10% കുറവുണ്ടായിട്ടുള്ളത്. LDFന്റെ 10% വോട്ട് കഴക്കൂട്ടത്ത് നിന്ന് പോകുമ്പോൾ അവിടെ BJP ജയിച്ചു. അപ്പോ LDFന്റെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചതെന്നിരിക്കെ പത്തനാപുരത്തിന്റെ ഡീലിന്റെ ഭാഗമാണ് കഴക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? എങ്ങനെയാ നമ്മൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനാവുക? മറ്റൊരു മണ്ഡലം പുതുതായി ജയിച്ചത് BJP ജയിച്ചത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ആ കൊല്ലം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ 2021 അപേക്ഷിച്ച് BJPക്ക് 7% വർധനവുണ്ടായിട്ടുണ്ട് വോട്ട് ഷെയറിൽ. ആ 7% വർധനവ് ഉണ്ടാകുമ്പോൾ UDFനും ഉണ്ടായിട്ടുണ്ട് 1% വോട്ടിന്റെ വർധനവ്. BJPക്കും UDFനും കൂടി 8% വർധനവ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ BJPക്ക് 7% വർധനവും UDFന് 1% വർധനവും ഉണ്ടാകുമ്പോൾ LDFന് 8% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ കണക്കുകൾ നമ്മുടെ മുമ്പിൽ കൃത്യമായിരിക്കെ
ഈ സംസ്ഥാനത്ത് ഉടനീളം UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി എന്നിരിക്കെ, UDF വോട്ട് ഷെയർ കൂടിയെന്നിരിക്കെ, UDF BJP തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെ LDF ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? മറ്റേതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? അവർ പറയാൻ തയ്യാറാകുമോ? പക്ഷെ KB ഗണേഷ് കുമാർ ഇത്തരത്തിൽ പത്തനാപുരത്തിനെ മറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തുടനീളം BJP കോൺഗ്രസ് UDF ഡീലുണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറ്റൊന്നും പറയാനില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുന്നും ഞാൻ അദ്ദേഹത്തെ ഒരു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പിൻബലത്തിൽ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ അദ്ദേഹത്തെ ക്ഷണിക്കും, നമുക്കിരുന്ന് സംസാരിക്കാം. എവിടെയാ വോട്ട് കുറഞ്ഞത്, എവിടെയാ വോട്ട് കൂടിയതെന്ന് കണക്കുകൾ വെച്ച് സംസാരിക്കാം. അദ്ദേഹം തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാകില്ല. അപ്പോ ഇത്തരത്തിൽ ജനാധിപത്യ വിശ്വാസികളെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന നടപടി ശ്രീ KB ഗണേഷ് കുമാർ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ.